യാഗത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോ യാഗം എന്ന് പറയുന്നത് വേദമന്ത്രങ്ങൾ കൊണ്ടുള്ള അർച്ചനയാണ്. കേരളത്തിലെ ബ്രാഹ്മണരില് പൊതുവായി 3 വേദങ്ങൾ പഠിക്കുന്നവരാണ് ഉള്ളത്. കൂടുതൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം. അത് ഓരോ കുടുംബങ്ങളിലും ഈ വേദത്തിനാണ് പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ ഈ വേദികളാണ് എന്നുള്ള രീതിയിലാണ് പറയാം. ഒരു കുടുംബത്തിന് ഒരു വേദമാണ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ വീട്ടില് അല്ലെങ്കിൽ എന്റെ ഇല്ലത്ത് സാമവേദികളാണ്. അതേപോലെ എന്റെ ഹസ്ബൻഡിന്റെ അവിടെ യജുർവേദികളാണ്. അപ്പൊ നമ്മൾ ഓരോ ചടങ്ങുകളും ഈ വേദത്തിനനുസരിച്ച് വ്യത്യാസം വരും. സാമവേദികൾക്ക് ഓരോ വിശേഷങ്ങൾക്ക്, അതായത് വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ചോറൂണ് മുതൽ അല്ലെങ്കിൽ ജാതകർമ്മം മുതൽ നമ്മൾ സംസ്കാരം വരെ ഓരോ കാര്യങ്ങൾ ഘട്ടങ്ങളിൽ നടത്തി വരുന്ന കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഓരോ വേദങ്ങളിലും അതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഞങ്ങള് അവിടെ സാമവേദികളുടെ കാര്യമാണ് കാണാം, ഇവിടെ യജുർവേദികളുടെ കാര്യമാണ് കാണാം. അതേപോലെ ഋഗ്വേദികള് വേറെ രീതിയിലായിരിക്കും ചടങ്ങുകൾ. അപ്പോ ഉപനയനം കഴിഞ്ഞാലാണ് വേദാധ്യയനം തുടങ്ങുക. ഓവിൻശുണ്ണികള് ആണ് വേദം പഠിക്കുക. അപ്പൊ ഇവര് വേദം പഠിച്ച് ആ വേദത്തിന്റെ സംഹിത മുഴുവനെയും കാണാപ്പാഠമാക്കി, അത് സംഹിതം എത്രയോ ഉണ്ട്, വളരെയധികം ഉണ്ട്. ആ സംഹിത മുഴുവനെയും കാണാപ്പാഠമാക്കിയിട്ട് അതൊക്കെ പ്രയോഗിക്കാനുള്ള ഒരു അവസരങ്ങളായിട്ടാണ് പണ്ട് കാലത്ത് ഈ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ മുറജപം എന്ന് അമ്പലങ്ങളിലെ മുറജപം എന്ന് പറയാറുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ ഇതൊക്കെ പഠിച്ചത് പ്രയോഗിക്കുക. നമുക്ക് എക്സാമുകളും അങ്ങനെയുള്ള കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് കോഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങള് ഒന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ചടങ്ങ് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് യാഗങ്ങള് നടത്തിയിരുന്നത്. അപ്പൊ യാഗത്തിന് പ്രധാനമായിട്ടും ഒരു യജമാനനും യജമാന പത്നിയും വേണം. അതായത് 2 പേരുണ്ടെങ്കിലാണ് യാഗം നടക്കുള്ളൂ. അതേപോലെ യാഗം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടത്തെ മുതിർന്ന സന്തതിയായിരിക്കണം. അതായത് മൂത്ത ആൾക്ക് മാത്രമേ യാഗം ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ അറിവാണ്, ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. തെറ്റുകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നോളൂ. എന്റെ അറിവിൽ അങ്ങനെയാണ്. ഒരു കുടുംബത്തിൽ, അതായത് ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളില് ഏറ്റവും മൂത്ത ആൾക്ക് മാത്രമേ യാഗാധികാരമുള്ളൂ. കാരണം പണ്ട് നമ്പൂതിരിമാരുടെ ഇടയില് മൂത്ത ആള് മാത്രമേ വേലി കഴിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുറത്തുനിന്ന് സംബന്ധം അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും നടക്കുന്നുണ്ടാവുക. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല, വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ മൂത്ത ആൾക്ക് മാത്രമാണ് യാഗാധികാരം ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പത്നി യജമാന പത്നി ഉണ്ടായിരിക്കും. അപ്പൊ ഈ യജമാനും യജമാന പത്നിയും കൂടാതെ ഇവര് മാത്രമെങ്കിൽ യാഗം നടക്കില്ല. അവിടെ കുറേ വേദം പഠിച്ച ആൾക്കാർ വേണം. ഇതുമായി ബന്ധപ്പെട്ട് A to Z കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരും അവിടെ വേണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ.